ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അമരമ്പലം പഞ്ചായത്ത് ഭൂരിഭാഗം ഭവനരഹിതർക്കും വീട് അനുവദിച്ചപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ലൈഫ് ഭവന പദ്ധതിയെ അവഗണിക്കുകയാണെന്ന് PV അൻവർ MLA പറഞ്ഞു. അമരമ്പലം പഞ്ചായത്ത് ലൈഫ് ഭവന കുടുംബ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സുഖമായിരുന്നു പ്രസിഡന്റ് 860 വീട് വഴിക്കട പഞ്ചായത്തിലെന്ന് നൽകിക്കൊണ്ട് ഇന്ന് അമരമ്പലം നേടിയെടുക്കുന്ന ഇതേ സർട്ടിഫിക്കറ്റ് 2016-21 വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഇതേപോലെ വീട് നൽകി മാതൃകയതാണ്. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, 60,000-ഓളം ആളുകൾ താമസിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് UDF കെട്ടിവെച്ച പണം 140 വീടുകൾക്ക്. ഇതാണ് വ്യത്യാസം. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഭവനരഹിതരായ ആളുകൾക്ക് അന്തിയുറങ്ങാൻ വീട് ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയത്. ഇത് പ്രകാരം അമരമ്പലം പഞ്ചായത്ത് അപേക്ഷ നൽകിയ 923 കുടുംബങ്ങൾക്കും വീട് അനുവദിച്ച് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. എന്നാൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കരുളായി, എടക്കര, വഴിക്കടവ് പഞ്ചായത്തുകൾ 140ഓളം വീടുകൾ മാത്രമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് ലൈഫ് പദ്ധതിക്കെതിരായ വെല്ലുവിളിയാണെന്നും ഭവനരഹിതർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇക്കാരണത്താൽ ലഭിക്കാതെ പോകുന്നതായും MLA കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടുകൾ കാരണം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ UDF നേതൃത്വം ഇടപെടണമെന്നും PV അൻവർ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.